2025 ലോകം അനിശ്ചിതത്വത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങളും സാമ്പത്തിക അസമത്വങ്ങളും പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങളും ഒരു ആഗോള സംഘർഷം ഏത് നിമിഷവും കത്തിപ്പടരാവുന്ന അസ്ഥിരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പ്രാദേശിക ആഗോള രാഷ്ട്രീയത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് വെല്ലുവിളികൾ നിറഞ്ഞതാകും. 2025 ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും അത് പൊട്ടിപ്പുറപ്പെടാൻ കാരണമായേക്കാവുന്ന ഘടകങ്ങളെക്കുറിച്ചും ഭാവിയിൽ ഇന്ത്യയിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഒരു സാങ്കല്പിക ചിത്രം അനാവരണം ചെയ്യാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. 2025 ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യതയിലേക്ക് സംഭാവന ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? 2025 ലോകം വൻ ശക്തികൾക്കിടയിൽ ഭൗമരാഷ്ട്രീയ മത്സരങ്ങൾ തീവ്രമാക്കുന്നതാണ്. അമേരിക്കയും ചൈനയും റഷ്യയും ആഗോള ആധിപത്യത്തിനായുള്ള പോരാട്ടത്തിൽ മത്സരിക്കുന്നു. ഓരോ രാജ്യവും അവരവരുടെ സ്വന്തം താൽപര്യങ്ങൾ പിന്തുടരുന്നു. ദക്ഷിണ ചൈന കടൽ ഒരു ഫ്ലാഷ് പോയിന്റായി തുടരുന്നു. ചൈനയുടെ ആക്രമണാത്മക പ്രാദേശിക അവകാശവാദങ്ങളും US നാവിക സാന്നിധ്യവും സൈനിക ഏറ്റുമുട്ടലിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ കിഴക്കൻ യൂറോപ്പ് പിരിമുറുക്കത്തിലാണ്. കാരണം മുൻ സോവിയറ്റ് രാജ്യങ്ങളിൽ റഷ്യ അതിന്റെ സ്വാധീനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഇത് നാറ്റോയുമായുള്ള പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്നു. നാറ്റോ എന്നാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അമേരിക്ക ഉൾപ്പെടുന്ന 32 രാജ്യങ്ങളുടെ ഐക്യം. വിവിധ പ്രാദേശിക ശക്തികൾ നിയന്ത്രണത്തിനും സ്വാധീനത്തിനുമായി മത്സരിക്കുന്ന മധ്യപൂർവ്വ ദേശം സംഘർഷങ്ങളുടെ കേന്ദ്രമായി തുടരുന്നു. ഈ ജിയോ പൊളിറ്റിക്കൽ വൈരാഗ്യങ്ങൾ എളുപ്പത്തിൽ നിയന്ത്രണാതീതമാകുകയും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യാം. 2025 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിക്കും. ഇത് പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു. വികസ്വര രാജ്യങ്ങൾ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അവശ്യ വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് എന്നിവയുമായി പൊരുതുന്നു. അതേസമയം വികസിത രാജ്യങ്ങൾ സാമ്പത്തിക സ്തംഭനവും ആന്തരിക സാമൂഹിക അശാന്തിയും നേരിടുകയാണ്. എണ്ണ, ജലം, ഭൂമിയിലെ അപൂർവ ധാതുക്കൾ തുടങ്ങിയ ദുർലഭമായ വിഭവങ്ങൾക്കായുള്ള മത്സരം തീവ്രമായിരിക്കുന്നു. രാഷ്ട്രങ്ങൾ അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നവരായി മാറുന്നു. ഈ മത്സരം വിഭവസമൃദ്ധമായ പ്രദേശങ്ങളെ ചൊല്ലിയുള്ള സംഘർഷങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇത് ആഗോള സംഘടനത്തിന്റെ സാധ്യതയെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ജനാധിപത്യ, സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ ഭിന്നത 2025 വർദ്ധിക്കാം. US-ന്റെയും സഖ്യകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ജനാധിപത്യങ്ങൾ മനുഷ്യാവകാശങ്ങൾ, സംസാര സ്വാതന്ത്ര്യം, നിയമവാഴ്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. അതേസമയം ചൈനയും റഷ്യയും പോലുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ ഭരണകൂട നിയന്ത്രണത്തിനും സെൻസർഷിപ്പ്, വിയോജിപ്പ്, അടിച്ചമർത്തൽ എന്നിവയ്ക്കും ഊന്നൽ നൽകുന്നു. പ്രത്യയശാസ്ത്ര ഏറ്റുമുട്ടൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രോക്സി യുദ്ധങ്ങൾക്ക് ആക്കം കൂട്ടും. സംഘട്ടനങ്ങളിൽ ഓരോ പക്ഷവും എതിർ വിഭാഗങ്ങളെ പിന്തുണയ്ക്കും. ആധിപത്യത്തിനായുള്ള പ്രത്യയശാസ്ത്ര പോരാട്ടം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് ഉത്തേജകമായി വർത്തിക്കും. 2025 സൈനിക സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള മുന്നേറ്റം യുദ്ധത്തിന്റെ സ്വഭാവത്തെ മാറ്റിമറിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ യുദ്ധം, ഹൈപ്പർസോണിക് മിസൈലുകൾ, ആളില്ലാ ഡ്രോണുകൾ എന്നിവ യുദ്ധങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നതിൽ വിപ്ലവം സൃഷ്ടിച്ചു. അവയെ കൂടുതൽ മാരകവും പ്രവചനാതീതവുമാക്കുന്നു. സ്വയംഭരണാധികാരമുള്ള ആയുധ സംവിധാനങ്ങളുടെ വികസനവും ബഹിരാകാശത്തെ സൈനികവൽക്കരണവും ആഗോള സംഘർഷത്തിന് പുതിയ മാനങ്ങൾ നൽകും. ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾ യുദ്ധത്തിനുള്ള പരിധി കുറച്ചിരിക്കുന്നു. കാരണം വേഗത്തിലും നിർണായകമായും വിജയം നേടാനാകുമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രങ്ങൾ സംഘർഷത്തിൽ ഏർപ്പെടാൻ കൂടുതൽ തയ്യാറായിരിക്കാം. 2025 സൈനിക സഖ്യങ്ങളുടെയും പ്രതിരോധ കരാറുകളുടെയും കാര്യമായ രൂപീകരണത്തിന് ലോകം സാക്ഷ്യം വഹിക്കും. റഷ്യയും ചൈനയും തങ്ങളുടെ സൈനിക സഹകരണം ശക്തമാക്കുമ്പോൾ നാറ്റോ അതിന്റെ വ്യാപ്തി വിപുലീകരിക്കും. ക്വാഡ് പോലുള്ള പുതിയ സഖ്യങ്ങളുടെ രൂപീകരണം ആഗോള ക്രമത്തെ കൂടുതൽ ധ്രുവീകരിച്ചു. ക്വാഡ് എന്നാൽ US, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ അടങ്ങിയ സഖ്യമാണ്. ഈ സഖ്യങ്ങൾക്കിടയിലെ ആയുധ മത്സരം അഭൂതപൂർവമായ സൈനിക ചെലവിന് കാരണമായി. രാഷ്ട്രങ്ങൾ വിപുലമായ ആയുധങ്ങൾ സംഭരിക്കുന്നു. ഈ ശക്തമായ സൈനിക സംഘങ്ങളുടെ നിലനിൽപ്പ് ഒരു തെറ്റായ കണക്കൂട്ടലിന്റെയോ ആകസ്മികമായ ഏറ്റുമുട്ടലിന്റെയോ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമാകും. 2025 ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2025 ഇൻഡോ പസഫിക് മേഖല ശ്രദ്ധാകേന്ദ്രമാണ്. ദക്ഷിണ ചൈന കടൽ ഒരു പ്രധാന ഫ്ലാഷ് പോയിന്റാണ്. നാവിഗേഷൻ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രാദേശിക തർക്കങ്ങൾ എന്നിവയെ ചൊല്ലിയുള്ള ചൈനയും US-ഉം തമ്മിലുള്ള ഏറ്റുമുട്ടൽ അതിവേഗം വർദ്ധിച്ചേക്കാം. US-ഉമായുള്ള തന്ത്രപരമായ പങ്കാളിത്തവും ചൈനയുമായുള്ള സ്വന്തം പ്രാദേശിക തർക്കങ്ങളും കാരണം മേഖലയിലെ ഒരു പ്രധാന പ്ലെയർ എന്ന നിലയിൽ ഇന്ത്യയെ സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ചേക്കാം. ഇൻഡോ പസഫിക്കിലെ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം മറ്റു രാജ്യങ്ങളെ പക്ഷം പിടിക്കുന്നതോടെ ആഗോള സംഘട്ടനത്തിലേക്ക് പെട്ടെന്ന് നീങ്ങും. മുൻ സോവിയറ്റ് രാജ്യങ്ങളിലെ സ്വാധീനം വീണ്ടെടുക്കാനുള്ള റഷ്യയുടെ ആഗ്രഹം കിഴക്കൻ യൂറോപ്പിലേക്കുള്ള ഒരു സൈനിക കടന്നുകയറ്റത്തിന് ഇടയാക്കും. അത്തരം ആക്രമണത്തോടുള്ള നാറ്റോയുടെ പ്രതികരണം വേഗത്തിലായിരിക്കും. ഇത് റഷ്യയും നാറ്റോ സേനയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം. സംഘർഷം യൂറോപ്പിലുടനീളം വ്യാപിക്കുകയും മറ്റു രാജ്യങ്ങളിലേക്ക് വരികയും ചെയ്യാം. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വ്യാപിക്കുന്നു. സിറിയ, യമൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ സംഘർഷങ്ങൾ നടക്കുന്നതിനാൽ 2025 മിഡിൽ ഈസ്റ്റ് ഒരു അസ്ഥിര മേഖലയായി തുടരും. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള മത്സരം മേഖലയിലുള്ള
മേഖലയിലുടനീളം പ്രോക്സി യുദ്ധങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. ഈ രണ്ട് പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് യുഎസും റഷ്യയും ഉൾപ്പെടെയുള്ള അവരുടെ സഖ്യകക്ഷികളെ ആകർഷിക്കാൻ കഴിയും. ഇത് വിശാലമായ സംഘടനത്തിലേക്ക് നയിച്ചേക്കാം. മേഖലയിൽ രാസപരമോ ജൈവികമോ ആണവായുധങ്ങളോ പോലും ഉപയോഗിക്കുന്നത് ആഗോള പ്രതികരണത്തിന് കാരണമായേക്കാം. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വ്യാപിക്കും. 2025 സൈബർ ഇൻഫ്രാസ്ട്രക്ചറിലും ബഹിരാകാശ ആസ്തികളിലും വർദ്ധിച്ചു വരുന്ന ആശ്രയം ഈ ഡൊമൈനുകളെ നിർണായകമായ യുദ്ധക്കളമാക്കി. ഒരു രാജ്യത്തിന്റെ നിർണായക ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണം അല്ലെങ്കിൽ ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങളുടെ നാശം യുദ്ധപ്രവൃത്തികളായി വ്യാഖ്യാനിക്കാം. അത്തരം പ്രവർത്തനങ്ങൾ ഒരു സൈനിക പ്രതികരണത്തിന് കാരണമായേക്കാം. ഇത് ഒന്നിലധികം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വിശാലമായ സംഘടനത്തിലേക്ക് നയിച്ചേക്കാം. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആഘാതം ഇന്ത്യയിൽ എങ്ങനെയായിരിക്കും? ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും. വിപുലമായ വ്യാപാര ബന്ധങ്ങളുള്ള ഒരു പ്രധാന ഗ്ലോബൽ പ്ലെയർ എന്ന നിലയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ആഴത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗോള വിതരണ ശൃംഖലയുടെ തടസ്സം, വ്യാപാര ഉപരോധം, നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം എന്നിവ കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കും. നിക്ഷേപകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിനും മൂലധന പ്രവാഹത്തിനും ഇടയാക്കുന്ന ഇന്ത്യൻ ഓഹരി വിപണി തകരാൻ സാധ്യതയുണ്ട്. അവശ്യ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുതിച്ചുയരുന്നതോടെ പണപ്പെരുപ്പം കുതിച്ചുയരും. തൊഴിലില്ലായ്മ വർദ്ധിക്കും. ദശലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും. ഇൻഫർമേഷൻ ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ്, മാനുഫാക്ചറിംഗ് തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാന വ്യവസായങ്ങൾ കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അന്താരാഷ്ട്ര വ്യാപാര പാതകൾ തടസ്സപ്പെടുത്തുന്നതും താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുന്നതും ഇന്ത്യൻ കയറ്റുമതിക്കുള്ള ഡിമാൻഡ് കുറയ്ക്കുകയും വരുമാനം കുറയാൻ ഇടയാക്കുകയും ചെയ്യും. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ നിർണായക മേഖലകളിൽ നിന്ന് വിഭവങ്ങൾ തിരിച്ചുവിടാനും സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കാനും സർക്കാർ നിർബന്ധിതരാകും. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇന്ത്യയിൽ വലിയ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാകും. സംഘർഷത്തിൽ അകപ്പെട്ട അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ ഒഴുക്ക് ഇന്ത്യയുടെ ഇതിനകം അമിതഭാരമുള്ള വിഭവങ്ങളെ ബുദ്ധിമുട്ടിക്കും. സംഘർഷ മേഖലകൾ കാരണം രാജ്യത്തിനകത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നത് ഭക്ഷണം, ശുദ്ധജലം, ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ അപര്യാപ്തമായ ലഭ്യതയുള്ള തിങ്ങി നിറഞ്ഞ അഭയാർത്ഥി ക്യാമ്പുകൾ സൃഷ്ടിക്കും. സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം ഒരു പ്രധാന ആശങ്കയായി മാറും. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും തകർച്ച രൂക്ഷമാക്കും. വ്യാപകമായ ആഘാതം, ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്കൊപ്പം ജനസംഖ്യയിൽ യുദ്ധത്തിന്റെ മാനസിക ആഘാതമായിരിക്കും. കമ്മ്യൂണിറ്റികൾ യുദ്ധത്താൽ വിഭജിക്കപ്പെടുന്നതിനാൽ രാജ്യത്തിന്റെ സാമൂഹിക ഘടന ശിഥിലമാകാം. ആഗോള സംഘട്ടനത്തിന്റെ അനന്തര ഫലങ്ങളുമായി ഉലയുന്ന ഒരു രാജ്യത്ത് ക്രമസമാധാന പാലനം നടത്തുമ്പോൾ കുടിയിറക്കപ്പെട്ട ജനതയുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റിന്റെ വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരും. 2025 ഇന്ത്യയുടെ സൈന്യം സംഘട്ടനത്തിന്റെ മുൻനിരയിലേക്ക് നയിക്കപ്പെടും. ക്വാഡ് സഖ്യത്തിലെ അംഗമെന്ന നിലയിൽ ഇൻഡോ പസഫിക് മേഖലയിലെ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൈനീസ് നുഴഞ്ഞേറ്റത്തിനെതിരെ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നത് മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നാവിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് വരെ ഇന്ത്യൻ സായുധ സേന ഒന്നിലധികം മുന്നണികളിൽ ഏർപ്പെടും. നൂതനമായ ആയുധങ്ങൾ സ്വായത്തമാക്കുന്നതിനും സൈബർ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഈ യുദ്ധം ഇന്ത്യയുടെ സൈനിക നവീകരണ ശ്രമങ്ങളെ ത്വരിതപ്പെടുത്തും. എന്നിരുന്നാലും നീണ്ടു നിൽക്കുന്ന സംഘർഷം ഇന്ത്യയുടെ സൈനിക വിഭവങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഇത് ഉയർന്ന മരണനിരക്കിലേക്കും നിർണായകമായ സപ്ലൈസ് കുറയുന്നതിലേക്കും നയിച്ചേക്കാം. ഇന്ത്യയുടെ ആണവായുധ ശേഖരം ഒരു പ്രതിരോധവും സാധ്യതയുള്ള ലക്ഷ്യവുമായി വർത്തിക്കുന്നതിനാൽ എതിരാളികളുടെ ശക്തികൾ തമ്മിലുള്ള ആണവ കൈമാറ്റത്തിന്റെ സാധ്യത നിരന്തരമായ ഭീഷണിയായിരിക്കും. തന്ത്രപരമായി സഖ്യങ്ങളുടെയും മത്സരങ്ങളുടെയും സങ്കീർണമായ ഒരു വലയിൽ ഇന്ത്യ നാവിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. US, റഷ്യ, ചൈന, മറ്റ് പ്രാദേശിക ശക്തികൾ എന്നിവയുമായുള്ള ബന്ധം സന്തുലിതമാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ നയതന്ത്ര ബുദ്ധിയെ യുദ്ധം പരീക്ഷിക്കും. യുദ്ധത്തിന്റെ അനന്തരഫലം ആഗോളക്രമത്തിൽ ഇന്ത്യയുടെ പങ്ക് പുനർരൂപകൽപ്പന ചെയ്യും. ഒന്നുകിൽ ഒരു വലിയ ശക്തി എന്ന നിലയിൽ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്താനോ കഴിയും. ഇന്ത്യയുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഭൂപ്രകൃതിയിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആഘാതം അഗാധമായിരിക്കും. ബാഹ്യ ഭീഷണികൾക്കും ആഭ്യന്തര ഭിന്നതകൾക്കും മുന്നിൽ ദേശീയ ഐക്യവും സുസ്ഥിരതയും നിലനിർത്താൻ ഗവൺമെന്റിന് വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരും. വിവിധ ഗ്രൂപ്പുകൾ വിഭവങ്ങൾക്കും സ്വാധീനത്തിനും വേണ്ടി മത്സരിക്കുന്നതിനാൽ വർഗീയവും ജാതി അടിസ്ഥാനത്തിലുള്ളതുമായ സംഘർഷങ്ങൾ പോലുള്ള നിലവിലുള്ള സാമൂഹിക സംഘർഷങ്ങൾ യുദ്ധം വർദ്ധിപ്പിക്കും. വിയോജിപ്പുകൾ നിയന്ത്രിക്കുന്നതിനും ക്രമം നിലനിർത്തുന്നതിനുമായ സർക്കാർ അടിയന്തര നടപടികൾ നടപ്പിലാക്കുന്നതോടെ അധികാര കേന്ദ്രീകരണം വർദ്ധിക്കും. പൗരസ്വാതന്ത്ര്യം വെട്ടിക്കുറയ്ക്കാം. യുദ്ധത്തിന്റെ വിവരണം നിയന്ത്രിക്കാൻ മാധ്യമങ്ങളെ സെൻസർഷിപ്പിന് വിധേയമാക്കിയേക്കാം. രാഷ്ട്രീയ പ്രതിപക്ഷം ഒന്നുകിൽ ദേശീയ ഐക്യദാർഢ്യത്തിന്റെ പ്രകടനത്തിൽ സർക്കാരിന് പിന്നിൽ അണിനിരക്കും,
അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിനായി സാഹചര്യം മുതലെടുക്കും. യുദ്ധം ദേശീയതയുടെയും സൈനികതയുടെയും കുതിച്ചുചാട്ടത്തിന് കാരണമായേക്കാം. ജനസംഖ്യ ഗവൺമെന്റിന്റെ യുദ്ധശ്രമങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുന്നു. എന്നിരുന്നാലും സംഘർഷം ഇഴയുകയും മാനുഷികവും സാമ്പത്തികവുമായ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ യുദ്ധത്തിനുള്ള പൊതുജന പിന്തുണ കുറയുകയും പ്രതിഷേധങ്ങൾക്കും ആഭ്യന്തര അസ്വസ്ഥതകൾക്കും ഇടയാക്കും. ജനപിന്തുണ നിലനിർത്തുന്നതിനും ജനസംഖ്യയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തി പരിഹരിക്കുന്നതിനും ഇടയിൽ സർക്കാർ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥ കൈവരിക്കേണ്ടതുണ്ട്. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിനാശകരമായിരിക്കും. ആണവരാസ ജൈവ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന ആയുധങ്ങളുടെ ഉപയോഗം വ്യാപകമായ പാരിസ്ഥിതിക നാശത്തിന് കാരണമാകും. വായു, ജലം, മണ്ണ് എന്നിവയുടെ മലിനീകരണം ജനസംഖ്യയുടെ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും വലിയ പ്രദേശങ്ങൾ വാസയോഗ്യമല്ലാതാക്കുകയും ചെയ്യും. പവർ പ്ലാന്റുകൾ, ഫാക്ടറികൾ, ഗതാഗത ശൃംഖലകൾ തുടങ്ങിയ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം പാരിസ്ഥിതിക തകർച്ചയ്ക്ക് കാരണമാകും. കാർഷിക പ്രവർത്തനങ്ങളുടെ തടസ്സം ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിക്കുകയും മാനുഷിക പ്രതിസന്ധി രൂക്ഷമാക്കുകയും ചെയ്യും. വൻതോതിൽ ഹരിതഗൃഹ വാതകങ്ങൾ പുറത്തുവിടുകയും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാലാവസ്ഥാ വ്യതിയാനവും യുദ്ധം ത്വരിതപ്പെടുത്തും. യുദ്ധാനന്തരം പരിസ്ഥിതി പുനർനിർമ്മിക്കുന്നതിനും പരിസ്ഥിതി നാശത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള കഠിനമായ ദൗത്യം ഇന്ത്യ അഭിമുഖീകരിക്കും. രാജ്യത്തിന്റെ ഭാവി പ്രതിരോധം ഉറപ്പാക്കാൻ സുസ്ഥിര വികസനത്തിലും പരിസ്ഥിതി സംരക്ഷണ നടപടികളിലും സർക്കാർ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. മൂന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണെങ്കിൽ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിൽ ഇന്ത്യയുടെ പങ്ക് നിർണായകമാകും. അവശേഷിക്കുന്ന ചുരുക്കം ചില പ്രധാന ശക്തികളിൽ ഒന്നെന്ന നിലയിൽ ആഗോളക്രമം പുനർനിർമ്മിക്കുന്നതിൽ ഇന്ത്യ നേതൃത്വപരമായ പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അന്താരാഷ്ട്ര സമാധാന പരിപാലന ശ്രമങ്ങളിൽ പങ്കെടുക്കുക, മാനുഷിക സഹായം നൽകുക, യുദ്ധത്തിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിന് സംഭാവന നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. യുദ്ധാനന്തര പുനർനിർമ്മാണത്തിൽ ഇന്ത്യയുടെ അനുഭവവും സ്വന്തം വീണ്ടെടുപ്പിന് നിർണായകമാകും. അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിലും സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിലും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ ഭാവി വികസനത്തിന് പ്രയോഗിക്കാവുന്ന പ്രതിരോധ ശേഷിയിലും പൊരുത്തപ്പെടുത്തലിലും യുദ്ധം വിലപ്പെട്ട പാഠങ്ങൾ നൽകിയേക്കാം. യുദ്ധാനന്തര കാലഘട്ടം ഇന്ത്യക്ക് ആഗോള സ്വാധീനം ശക്തിപ്പെടുത്താനുള്ള അവസരങ്ങളും നൽകും. ലോകം ക്രമം പുനർനിർമ്മിക്കുവാനും പുനഃസ്ഥാപിക്കാനും ശ്രമിക്കുമ്പോൾ പുതിയ ആഗോള ക്രമത്തെ അതിന്റെ താൽപര്യങ്ങളുമായി യോജിപ്പിക്കുന്ന വിധത്തിൽ രൂപപ്പെടുത്തുന്നതിന് ഒരു പ്രധാന ശക്തി എന്ന നിലയിൽ ഇന്ത്യക്ക് അതിന്റെ സ്ഥാനം പ്രയോജനപ്പെടുത്താനാകും. കൂടുതൽ ഉൾക്കൊള്ളുന്നതും തുല്യവുമായ അന്തർദേശീയ സംവിധാനത്തിന് വേണ്ടി വാദിക്കുന്നതും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതും ഭാവിയിലെ യുദ്ധങ്ങൾ തടയുന്നതിന് സംഘർഷത്തെ മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെട്ടേക്കാം. 2025 മൂന്നാം ലോക മഹായുദ്ധം ഇന്ത്യയുടെ വിദേശ നയത്തിൽ അഗാധമായ സ്വാധീനം ചെലുത്തും. ഈ സംഘർഷം ഇന്ത്യയെ അതിന്റെ സഖ്യങ്ങളും പങ്കാളിത്തങ്ങളും തന്ത്രപരമായ ലക്ഷ്യങ്ങളും പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കും. ചൈനയും റഷ്യയും പോലുള്ള എതിരാളികളായ ശക്തികളുമായി പുതിയ തകരാർ സൃഷ്ടിക്കുന്നതിനിടയിൽ യുദ്ധം അതിന്റെ സഖ്യകക്ഷികളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ആഴത്തിലാക്കും. പ്രത്യേകിച്ച് യുഎസും ക്വാഡിലെ മറ്റംഗങ്ങളും. ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ ഉറച്ചതായിരിക്കും. അതിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും അതിന്റെ ശക്തി ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. സങ്കീർണവും ധ്രുവീകരിക്കപ്പെട്ടതുമായ ലോകത്തെ നാവിഗേറ്റ് ചെയ്യാൻ രാജ്യം ശ്രമിക്കുന്നതിനാൽ ഇന്ത്യയുടെ ചേരിചേരാ നയത്തിന്റെ പുനർമൂല്യനിർണയത്തിലേക്കും യുദ്ധം നയിക്കും. തീരുമാനമെടുക്കുന്നതിൽ സ്വയംഭരണാധികാരം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയുമായി തന്ത്രപരമായ പങ്കാളിത്തത്തെ സന്തുലിതമാക്കി അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ കൂടുതൽ പ്രായോഗിക സമീപനം തുടരും. യുണൈറ്റഡ് നേഷൻസ് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ ഇന്ത്യയുടെ പങ്കിനും ഈ യുദ്ധം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. ഒരു പ്രധാന ശക്തി എന്ന നിലയിൽ യുദ്ധാനന്തര ലോകത്തിന്റെ പുതിയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിക്കുന്നതിനായി ആഗോള ഭരണഘടനയിൽ പരിഷ്കാരങ്ങൾക്കായി ഇന്ത്യ വാദിക്കും. UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിര അംഗത്വത്തിനായി പ്രേരിപ്പിക്കുന്നതും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ വികസ്വര രാജ്യങ്ങളുടെ കൂടുതൽ പ്രാതിനിധ്യത്തിനായി വാദിക്കുന്നതും ഭാവിയിലെ സംഘർഷങ്ങൾ തടയുന്നതിനുമുള്ള മാർഗമായി ബഹുമുഖവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതിൽ ഉൾപ്പെട്ടേക്കാം. 2025 ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യത ഇന്ത്യക്കും ലോകത്തിനും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ നേരിട്ടേക്കാം. ഭൗമരാഷ്ട്രീയ മത്സരങ്ങളും സാമ്പത്തിക അസമത്വങ്ങളും മുതൽ പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടലുകളും യുദ്ധരംഗത്തെ സാങ്കേതിക മുന്നേറ്റങ്ങളും വരെയുള്ള അനേകം സങ്കീർണമായ ഘടകങ്ങൾ അത്തരമൊരു സംഘടനത്തിന്റെ സാധ്യതയിലേക്ക് സംഭാവന ചെയ്യുന്നു. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ, സമൂഹം, സൈന്യം, പരിസ്ഥിതി എന്നിവയുടെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ഇന്ത്യയുടെ ആഘാതം അഗാധമായിരിക്കും. ഈ യുദ്ധ കൊടുങ്കാറ്റിനെ അതിജീവിക്കാനും യുദ്ധാനന്തര ലോകത്തെ ഒരു പ്രധാന പ്ലെയറായി ഉയർന്നു വരാനും രാജ്യത്തിന് അതിന്റെ സൈനിക ശേഷി, നയതന്ത്ര ചാതുര്യം, പ്രതിരോധ ശേഷി എന്നിവ ഉൾപ്പെടെയുള്ള ശക്തികൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഇന്ത്യയുടെ ഭാവി പാതയെ രൂപപ്പെടുത്തുകയും
അതിന്റെ വിദേശ നയം, സാമ്പത്തിക വികസനം, ആഗോള ക്രമത്തിലെ പങ്ക് എന്നിവയെ സ്വാധീനിക്കുകയും ചെയ്യും. 2025 ലോകം സാധ്യമായ ദുരന്തത്തിന്റെ വക്കിൽ നിൽക്കുന്നതിനാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് തടയാൻ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സംഘർഷത്തിന്റെ മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനും കൂടുതൽ സമാധാനപരവും സുസ്ഥിരവുമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിനും നയതന്ത്രം, സംഭാഷണം, സഹകരണം എന്നിവ അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓഹരികൾ ഉയർന്നതാണ്. വരും വർഷങ്ങളിൽ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അനിശ്ചിതത്വവും വർദ്ധിച്ചു വരുന്ന അപകടകരവുമായ ലോകത്ത് അതിന്റെ ഭാവി നിർണ്ണയിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്കും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.